ഇവളുടെ വിവാഹം കൂടി കഴിയണം. എന്നിട്ട് വേണം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. ഇനി നീയാണ് ഒരു വിവാഹം കഴിക്കേണ്ടത്. വീട്ടിലൊരാളായിട്ടൊക്കെ മതി ഇവളുടെ വിവാഹം. അവൾക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിന് നമ്മുടെ രക്തമായിരിക്കില്ല. എന്റെ കടമകളെ ഞാൻ തന്നെ മറന്നുകൂടാ. രണ്ടുപേരുടെയും കൂടി ഒരുമിച്ചങ്ങ് നടത്തിയാലോ? ആ, അത് കൊള്ളാം. സുരേഷിന്റെ സ്നേഹിതന്റെ ഒരു അനിയത്തിയുണ്ട്. ചേട്ടൻ നല്ല ചേർച്ചയായിരിക്കും. ടീച്ചറാ. ഉദ്യോഗക്കാരിയൊന്നും ഇവിടെ വേണ്ട. അല്പം വിദ്യാഭ്യാസം കുറഞ്ഞാലും നല്ല കുടുംബ മര്യാദയുള്ള ഒരു കുട്ടിയായിരിക്കണം. ചേച്ചി 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെന്ന് വെച്ച് ചേട്ടന് വിദ്യാഭ്യാസമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചുകൂടെ? എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയതുകൊണ്ട് അതുപോലെ ആകാൻ വേണ്ടി പറഞ്ഞതല്ല. വരുന്ന പെണ്ണും ഉദ്യോഗം എന്ന് പറഞ്ഞു നടന്നാൽ വീട്ടിലൊരാള് വേണ്ടേ? ചേച്ചി പറഞ്ഞ ശരിയാ. ഉദ്യോഗക്കാരിയെ നമുക്ക് വേണ്ട. എടാ, നമ്മുടെ ഉണ്ണിമാമന്റെ മോള് ബിന്ദു നല്ല കുട്ടിയാ. അയ്യോ, ബന്ധത്തിൽ നിന്ന് കുന്തം ചാരണ്ട ചേച്ചി. ആ, കണ്ടോ? അപ്പൊ ഏതായാലും അത് നമുക്ക് വേണ്ട. ചേട്ടൻ സമ്മതിച്ചല്ലോ. പെണ്ണിന് ഒരു ക്ഷാമവുമില്ല. നമ്മുടെ ബാലനോട് പറയേണ്ട താമസേ ഉള്ളൂ. ഏതായാലും സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടുപിടിക്കുക. എന്നിട്ട് ഞാൻ പോയി കണ്ടോളാം. പോരെ? അത് മതി. എന്താടി? എന്തിനാ കരയുന്നത്? രാഹുകാലത്തിനും പോയിട്ട് ഇറങ്ങാം. എന്നാ താമസിക്കണ്ട. ഇവിടെ കഴിക്കോളൂ. അഷ്ടമത്തിങ്കൽ ആദിത്യം നിൽക്കുന്നത് കൊണ്ട് കുട്ടിക്ക് മാലയോഗത്തിന് തടസ്സം വന്നിരിക്കുന്നു. അതിന് പ്രതിവിധിയായി സോമവാര വ്രതം അനുഷ്ഠിക്കണം. എല്ലാ മാസത്തിലെയും ആദ്യത്തെ തിങ്കളാഴ്ച സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ഒരു കൂവളമാല ചാർത്തണം. ഇന്ന് എന്തോ വിശേഷം ഉണ്ടല്ലോ. ഹരിയേട്ടൻ എന്താ വിശേഷം? ഇന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഇതാ പ്രസാദം. ഭഗവാനെ ഇത്തവണയെങ്കിലും ഒന്ന് ജയിപ്പിച്ചു തരണം എന്നല്ലേ പ്രാർത്ഥിച്ചത്? അതൊന്നുമല്ല. പിന്നെന്താ? ഒന്നുമില്ല. ഗോമതിക്കുട്ടി, നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ലല്ലേ? കുറച്ച് നാളായി നീ തുടങ്ങിയിട്ട്. നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലേ? ഇനി നിൽക്കാനവിടെ നിൽക്കാനവിടെ അങ്ങനെ വിട്ട പറ്റില്ലല്ലോ. കുറച്ച് നാളായി നീ തുടങ്ങി. എന്താ ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. അടി നീക്ക്. ആ, കിട്ടിയോ ബാല?
ഒന്നും പറയണ്ട കൊച്ചമ്മേ, എന്റെ ഗ്ലാമറും പോയി, എല്ലാം പോയി. പോരെ? എന്തേ ബാല? നമ്മുടെ ഗോമതി കൈ വിടുമെന്ന് തോന്നിയപ്പോ കയറിലൊന്ന് ചവിട്ടി പിടിക്കാൻ നോക്കിയതാ. കവളം കുത്തി മറിഞ്ഞു. എന്റെ നട്ടെല്ല് പോയി കൊച്ചമ്മേ. അവിടെ ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോ കണ്ട കാഴ്ച. എന്തെങ്കിലും ആപത്തുണ്ടായോ ബാല? എന്റെ 10 സെന്റിലുണ്ടായിരുന്ന ഞാറൊക്കെ ഇവള് തിന്ന് തീർത്തു കൊച്ചമ്മേ. അയ്യോ, കഷ്ടമായി പോയല്ലോ. നമ്മുടെ ഗോമതി കുട്ടി ആയി പോയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ മോളെ, ആ പാത്രം ഇങ്ങെടുത്ത്. കറന്നു കഴിഞ്ഞിട്ട് തരാടി കൊച്ചമണി. വാ വാ, മതി മതി, വാ ആടി ഇങ്ങട്. നിനക്ക് ഞാൻ തരില്ലേ? അമ്മയുടെ പോലെ തന്നെ. ആ ഓ, കുമ്പിടുമ്പോ എന്തൊരു വേദന. നട്ടെല്ലാം എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ്. മുമ്പ് ഞാൻ കുടിക്കട്ടെ, പിന്നെ നിനക്ക് തരാം. കൃഷ്ണ ഭഗവാൻ വരെ പാല് കട്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ബാല ഇത്തിരി പാല് കട്ടുപിടിച്ചിട്ട് ലോകം ഇടിഞ്ഞൊഴിഞ്ഞ് വീഴൊന്നുമില്ലല്ലോ. പോണ്ടേ? എന്റെ empty പോക്കറ്റാണ്. 100 പിടിപ്പിക്കാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ആ, എന്നാ വാ. എടാ, അല്പം മദ്യപിച്ചത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആരും മദ്യപാനികളല്ല. ഒരു രസത്തിന് അല്പം മദ്യപിക്കുന്നത് മാത്രം. നീ വരുന്നോ? ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ഒരു പെണ്ണുണ്ടായിരുന്നു, അതിന്റെ കല്യാണം കഴിഞ്ഞു. ഇനിയുള്ള 6 ഏക്കർ തെങ്ങിൻ തോപ്പും 10 പറയ്ക്കുള്ള കണ്ടവും ഒരു ഗ്ലാമർ വീടും ചെക്കന്റെ പേരില. ഇതൊന്നും നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. നടക്കും കൊച്ചമ്മേ, ഇല്ലെങ്കിൽ ഈ ബാലൻ നടത്തും. ആ എന്ത് പറഞ്ഞു ബാല? എന്താ ബാല? അവർക്ക് പെണ്ണിനെ പിടിച്ചില്ല അത്രേ. ഒരു കണ്ണല്പം കോങ്ങണ്ണാന്ന്. നീ എന്താണ് പറയുന്ന ബാല? അവളുടെ കണ്ണിന് എന്ത് കുഴപ്പമെന്നാ? എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മേ, രാജിക്കൊച്ചിന് ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയതാ. അവര് പറഞ്ഞതാ. കഴിഞ്ഞ പ്രാവശ്യം വന്ന എഞ്ചിനീയർ പറഞ്ഞു കയ്യിന് എന്തോ കുഴപ്പമുണ്ടെന്ന്. അതിനു മുമ്പ് വന്ന വക്കീൽ പറഞ്ഞു ചുണ്ടു കോടിയതാണെന്ന്. ഈ വരുന്നവർക്കൊന്നും കണ്ണില്ലേ കാണാൻ? അല്ലെങ്കിലും വരുന്നവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവൾക്ക് മാലയോഗമായിട്ടില്ല. അഷ്ടമത്തിങ്കൽ ആദിത്യനാ നിൽക്കുന്നത്. ഏതായാലും 1 വർഷത്തേക്ക് കൂടി ആദിത്യനെ വിടാതെ പിടിച്ചോളണം. ചേട്ടന്റെ സുധയുടെയും വിവാഹം ഒന്ന് കഴിയണം. എനിക്കൊരു ജോലിയും കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ ആദിത്യനെ ഞാൻ ഓടിച്ചോളാം. ഞാൻ പോട്ടെ. അപ്പോ ഇന്റർവ്യൂവിന് പോകുന്നില്ലേ? പ്രസ്സിൽ പോയി ചേട്ടനൊന്ന് കണ്ടിട്ട് വേണം. രാവിലെ ചേട്ടനോട് പറയാൻ മറന്നു.
എറണാകുളത്ത് നിന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? GIC യിൽ ക്ലാർക്ക് പോസ്റ്റിലേക്ക്. ഓ